സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രതിസന്ധി, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഇതിനു മുമ്പും പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടിയിൽ തന്നെ വാർത്തയായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചിരിക്കുകയാണ് നെൽകർഷകർ. നെല്ലിന്റെ താങ്ങുവില ഉയർത്തുക, വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക ഉൾപ്പെടെയുള്ള കാലങ്ങളായി അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സമരം. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് രമേശ് ചെന്നിത്തലയുടെ ഉറപ്പ്. സംസ്ഥാനത്തുടനീളം നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് കർഷകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. പ്രകൃതിയോടും ഇല്ലായ്മകളോടും മാത്രമല്ല സർക്കാരിനോടും പൊരുതേണ്ട അവസ്ഥയാണ് നെൽകർഷകർക്ക്. കൊയ്തു നൽകുന്ന നെല്ലിന് കൃത്യമായി പണം ലഭിക്കുന്നില്ല. നെൽകൃഷി നശിച്ചു പോയാലും ഇതുതന്നെ അവസ്ഥ. ഒപ്പം വന്യജീവികളുടെ ആക്രമണവും കർഷകരെ കുഴക്കുന്നു. നെല്ലിന്റെ താങ്ങുവില 40 രൂപയായി ഉയർത്തുക, ചുമട്ടുകൂലി സപ്ലൈകോ നേരിട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ 4 വർഷമായിട്ട് നെൽകർഷകരോട് വളരെ മോശമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആൾക്കാർ ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന വില പോലും ഞങ്ങൾക്ക് തരാതെ ആ പൈസ പോലും കുറയ്ക്കുക, അതുപോലെ തന്നെ സംസ്ഥാനം തരേണ്ട പല വിഹിതങ്ങളും ഞങ്ങൾക്ക് തടഞ്ഞു വച്ചിരിക്കുന്നു. ഇതൊക്കെ പാവം പിടിച്ച കർഷകരെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സർക്കാർ അന്നം തരുന്നവനെ, അന്നം ഊട്ടുന്നവനെ പരിഗണിക്കണം, ഒരല്പമെങ്കിലും കരുണ ഞങ്ങളോട് കാണിക്കണമെന്നാണ് ഈ തരുണത്തെ പറയാനുള്ളത്. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല നിങ്ങളുടെ പ്രത്യേക ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഞാനിത് ഉന്നയിക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. എനിക്കറിയില്ല ബഡ്ജറ്റിൽ നാളെ റിവോൾവിംഗ് ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. കാശില്ലാത്ത ഈ സർക്കാർ എന്നാ പ്രഖ്യാപിക്കാൻ? ആലപ്പുഴ കളക്ടറേറ്റിൽ ഉൾപ്പെടെ നടത്തിയ സമരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന ആക്ഷേപവും കർഷകർക്കുണ്ട്. വരുന്ന ബജറ്റിലെങ്കിലും വേണ്ട പരിഗണന ലഭിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. അന്നം തരുന്നവരാണ്, കർഷകരാണ്. ഇവരിങ്ങനെ സമരത്തിലിറക്കുന്നത് ഒട്ടും ശരിയല്ല. നാളത്തെ ബജറ്റിലെങ്കിലും ഇവർക്കൊരു പരിഗണന നൽകണം. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.